ഉപ്പാപ്പാക്ക് ആൻജിയോ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ ബീഫ് വാങ്ങിക്കലില്ല. കാരണം ഉപ്പാപ്പ കഴിക്കൂല. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മളും കൂടി കഴിക്കണ്ടാന്ന്, അങ്ങനെയാണ് ബീഫ് വാങ്ങിക്കാത്തേട്ടാ. പക്ഷെ ബീഫ് കിട്ടും, ഒന്നെങ്കിൽ വലിയ പെരുന്നാൾക്ക് അല്ലെങ്കിൽ ആരുടെങ്കിലും മുടി കളഞ്ഞാൽ. അപ്പോൾ അതെന്തായാലും കളയാൻ കഴിയില്ലല്ലോ, അതിനെ കൊണ്ടുതന്നെ എന്തെങ്കിലും ഉണ്ടാക്കും. ഇത് പെരുന്നാൾ കിട്ടിയ ബീഫാട്ടാ. അങ്ങനെ ഇത് വെച്ചിട്ട് അടിപൊളി ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം മഞ്ഞൾ, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറുനാരകയുടെ നീരും കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ റൈസും കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്, അതായിട്ട് സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോട്ടിലോട്ട് വെളിച്ചെണ്ണയും കുറച്ച് ഗീയും കൂടി ചേർത്തിട്ട് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇതിലേക്ക് സവാളയും കറിവേപ്പിലയും പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് അതിന് പച്ചക്കുത്ത് പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് തൈരും മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെന്ത റൈസ് വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കുക. കുറച്ച് മഞ്ഞളുടെ വെള്ളവും അതുപോലെ ഫ്രൈഡ് ഓണിയൻസും സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. 10-15 മിനിറ്റ് കുഴപ്പമില്ല. ഇത് അടിപൊളി ബീഫ് ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.